അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ ജനനായകന്റെ ട്രെയിലറും എത്തി. ഇന്നലത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞായിരുന്നു ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്യാൻ. ബട്ട് ഡയറക്റ്റ് നമുക്ക് അതിലോട്ട് പോയേക്കാം. ബയോ ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ തലപതി വെട്രി കൊണ്ടൻ അതിനൊന്ന് ഷോർട്ട് ഫോം ആക്കി നോക്കിക്കേ. TVK നമ്മുടെ തലപതിയുടെ തമിഴക വെട്രി കഴകത്തിന്റെ ഷോർട്ട് ഫോം തന്നെ. അത് കഴിഞ്ഞിട്ട് തന്നെ ഷൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ജയിലിലെ ഒരു ഫൈറ്റ് സീനാണ്. ഇതേ സാധനം തന്നെ ഭഗവത് കേസരിയിലും ഉണ്ട്. ഇപ്പോഴേ ഒരു കാര്യം പറയാം, ഭഗവത് കേസരിയുടെ ഫുള്ള് റീമേക്ക് ഒന്നും അല്ല, എന്നാൽ റീമേക്ക് അല്ലാതെ അല്ല, കുറെ ഭാഗങ്ങളൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് വരുന്ന ഷോട്ടാണ് ട്രെയിലറിലെ തലപതിയിലെ ഇൻട്രോ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആന അങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ TVKയുടെ കൊടിയിലുള്ള സിമ്പലാണ്. അത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തെന്ന് മാത്രം. പിന്നെ കാട്ടിൽ നൈറ്റിലായിട്ടൊരു ഫൈറ്റ് സീന്. ഇത് ഭഗവത് കേസരിയിൽ ബാലയ്യ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. അതേ സീൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മമ്മിതി ആർമി ചേർക്കാനായിട്ട് വിജയ് പുറകെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബാലയും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ആർമി ചേർക്കാൻ. അത് കഴിഞ്ഞ് മോളെ പഞ്ചിയെ പഠിപ്പിക്കുന്നു. അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇനി മോളാണെന്നൊന്നും പറഞ്ഞുകൂടാ. ഭഗവത് കേസരിയിലാണെങ്കിൽ ചിറ്റപ്പ എന്ന് വിളിച്ചേക്കുന്നത്, ഇതിനകത്ത് അപ്പാന്നും. അത് കഴിഞ്ഞിട്ട് ആർമി ഓഫീസർ ആവാനായിട്ടുള്ള ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒപ്പിടാനായിട്ട് പറയുന്നുണ്ട്. അവർക്ക് താല്പര്യമില്ല നമ്മൾ പറയുന്നുണ്ട്. ഇപ്പുറത്ത് അതേ സെയിം സംഭവം തന്നെ. അത് കഴിഞ്ഞിട്ട് വില്ലന്മാരും മമിതി അടിക്കുന്ന ഒരു സീനാണ്. ഇതാണ് ഭഗവത് കേസരിയുടെ ക്ലൈമാക്സും. രണ്ടുപേരും അടിക്കുന്നതായാലും രണ്ടുപേരും ഞെട്ടുന്നതായാലും ഒരേപോലെ. എന്നിട്ട് തലപതി അവളെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു സീൻ കണ്ടു നോക്കിയേ. നമ്മുടെ തലപതി മമതയെ രക്ഷിക്കാനായിട്ട് വന്നില്ലേ, അതുപോലെ ബാലയ്യ ശ്രീലീലയെ രക്ഷിക്കാനായിട്ട് വരുന്ന ഒരു വരവാണിത്. പുള്ളി അതൊക്കെ മറികടന്ന് വരുന്ന വരക്കം കണ്ട മക്കളെ. ഈ സീൻ എങ്ങനെ ആയിരിക്കും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി കിട്ടി. അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന ഷോട്ടാണ് ഇത്. ഏതാ സെമിലായിരിക്കും നോക്കിയേ. ഇത് ഞാൻ തലപതി കളിയാക്കൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കുകയല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കേസരിയിലുള്ള തള്ളൊന്നും ജനനായകനെ കാണത്തില്ലെന്ന് ഉറപ്പായി. പിന്നെ ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ജനനായകൻ ഭഗവത് കേസരിയുടെ കോപ്പിയാണെന്നാ. കോപ്പി അല്ലടാ, റീമേക്ക്. റീമേക്ക് എന്ന് വെച്ചാൽ വേറെയാടാ. അത് കഴിഞ്ഞിട്ട് വരുന്ന സിമിലാരിറ്റി ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തലപതി യൂസ് ചെയ്യുന്ന വെപ്പണാണ്. ഇതുപോലൊരു സാധനമാണ് ബാലയും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ട് സിമിലാരിറ്റീസ് ഉണ്ടല്ലോ. ഇതൊക്കെ ജനനായകനിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, മേളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം. ആ വീഡിയോ ഇപ്പോൾ ഓൾമോസ്റ്റ് 10K ആവാറായിട്ടുണ്ട്. അതിന്റെ വ്യൂസിന്റെ 10% പോലും സബ്സ്ക്രൈബേഴ്സ് എനിക്കില്ല. അതുകൊണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ലേ, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബാക്ക് ടു ദ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലെ വില്ലൻ്റെ ഇൻട്രോ. അങ്ങനെ ഈ സിനിമ ഒരു പൊളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ ഇങ്ങേര് വരുന്നത് വരെ എനിക്കൊരു ഇമ്പാക്റ്റ് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങേര് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ ഇമ്പാക്റ്റ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കുക. ആദ്യം കണ്ടപ്പോൾ അത് കമന്റ് ചെയ്യുക. അങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ഈ ഒരു സീൻ കണ്ടത്. ഡേ എച്ചുവിനെ അതെ എന്നടാ പണി വെച്ചിരിക്കേ. ആ ഒരു ഷോട്ടിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചാ നോർമൽ ഒരു വിജയപ്പെടാന്ന്. പക്ഷെ എനിക്ക് തെറ്റി. താണ്ടാ ചോരയൊക്കെ നക്കിക്കൊണ്ടുവരുന്നത്. ആ ഒരു ഷോട്ട് എത്ര വട്ടം റിപ്പീറ്റ് ആയിട്ട് കാണുന്നത് എനിക്ക് തന്നെ പിടിയില്ല. ആ ഒരു ഒറ്റ ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട്, തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട്, പാർട്ടി പോലെ എന്തോണെന്ന് തോന്നുന്നു. അവിടെ കൊടിയൊക്കെ കാണാം വിജയുടെ ഫോട്ടോയുള്ള. ജനങ്ങൾക്കിടയിലുള്ള ജനനായകനായി പുള്ളി പോരാടുകയാണ്. നൈസിന് അതിന് ഇടയ്ക്കൂടെ TVK ബൂസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറെ ഫൈറ്റ് സീൻസ്. ഈ സിനിമയിൽ 7ഓളം ഫൈറ്റ് സീൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതിൽ 5 എണ്ണത്തോളം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ട്രെയിലറിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ കൈകൾ ചേർന്ന് ജനനായകന്റെ ടൈറ്റിൽ കാർഡ് കാണിച്ചത് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിലറിന്റെ അവസാനം ഒരു റോബോട്ടിനെ കൊണ്ടുവന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ ബോബി ഡിയോൾ ഇതിനകത്ത് ഒരു മിഷനെ പറ്റി പറയുന്നുണ്ട്. OM ഒരു ഓയ്ക്കുള്ളിൽ ഒരു M ആയിട്ട് ബോബി ഡിയോളിന്റെ പുറകിലും കാണാം, ഈ റോബോട്ടിന്റെ നെഞ്ച് ഭാഗത്തും കാണാം. മേ ബി ഇതായിരിക്കാം മിഷൻ, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളെ തിരിക്കാൻ വേണ്ടി ഇട്ടതുമായിരിക്കാം. പിന്നെ അതിന് കുറച്ച് മുമ്പത്തെ ഒരു ഷൂട്ടില് പാർട്ടിക്കാരെ ചാട്ടവാറ വെച്ച് അടിക്കുന്നുണ്ട്. മേ ബി ഇവിടൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ സിനിമയിലൂടെ പറയാൻ പറ്റും. ഈ സീന് മാത്രമായിരിക്കത്തില്ല അങ്ങനെ പറയുന്നത്. വിജയ് തീപ്പത്തം കൊണ്ട് നടക്കുമ്പോഴായാലും മറ്റേ പാർട്ടിയെ പോലെ നടക്കുമ്പോഴായാലും അവിടെയൊക്കെ പറയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള വിജയൻ ഇത് കാണിക്കുന്നുണ്ട്. അതൊരു ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീനുകളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻസ് ഇഷ്ടപ്പെട്ട ഒരുപാട് സീൻസ് ഉണ്ട്. സിനിമയിൽ എവിടെയാണ് ഫൈറ്റ് സീൻസും ഉണ്ട്. അതിലൊക്കെ നന്നായിട്ട് വയലൻസും കാണാം. ചുമ്മാ അല്ല സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആദ്യം കൊടുത്തത്. പിന്നെ നൈസായിട്ട് TVK ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം, ഇത് ഫുൾ ഒരു റീമേക്ക് അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തൊന്ന് മാത്രം. കുറച്ചൊന്നും അല്ല, കുറച്ചധികം കാണുമെങ്കിലും എന്നാലും മുഴുവൻ ഒരു റീമേക്ക് ഒന്നും അല്ല. ആരും ഇനി കോപ്പി എന്നൊന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെയും ഇങ്ങനെ പറയുന്നത്. ഭഗവത് കേസരി ഒരു 480p ആണെങ്കിൽ ഭഗവത് കേസരിയുടെ ഒരു 4K വേർഷനാണ് ജനനായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ കളർ ഗ്രേഡിംഗ് ഒക്കെ അത്രയ്ക്ക് നന്നായിട്ടാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. ട്രെയിലർ കട്ടുകളായാലും നല്ല രസമായിട്ട് കണ്ടുപോകാൻ എവിടെയും ആകെ തോന്നിയില്ലായിരുന്നു. തലപതി ഭഗവത് കേസരി 5 തവണ കണ്ടിട്ട് സെലക്ട് ചെയ്തെന്നാണ് പറയുന്നത്. സിനിമ വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് എടുത്ത നല്ലൊരു സിനിമ കിട്ടും. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതൊക്കെ ജനനായകനി വന്ന എങ്ങനെയായിരിക്കും എന്ന്. ആ വീഡിയോ ആണ് ഇനി ആഡ് ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടവരെ സ്കിപ്പ് ചെയ്തേക്കുക. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമന്റും. ബാക്ക് ടു ദ വീഡിയോ. നമ്മുടെ ബാലയുടെ ഭഗവത് കേസരി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണോ ജനനായകൻ? ജനനായകന്റെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതൽ ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് 3rd സിംഗിളിന്റെ പോസ്റ്റർ വന്നതുവരെ നല്ല രീതിക്ക് ഭഗവത് കേസരിയുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യം തന്നെ ജനനായകന്റെ ടൈറ്റിൽ പോസ്റ്റർ ദ ഫസ്റ്റ് റോർ. ഇതുപോലൊരു സെയിം സാധനം ഭഗവത് കേസരിക്ക് ഉള്ളത്, റോർ ഓഫ് കേസരി. അടുത്തൊരു സിമിലാരിറ്റി നോക്കുകയാണെങ്കിൽ വിജയ് സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. നമ്മുടെ ബാലയ്യോ സെയിം പോലീസ് ഓഫീസറായിട്ട് തന്നെ വരുന്നത്. പിന്നെ ഭഗവത് കേസരിൽ ഈ ഒരു സീനും പോലീസ് ഓഫീസറായിട്ട് വിജയ് വരുന്ന സീനും എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ബാലയുടെ ഭഗവത് കേസരി എന്നെ ചൂസ് ചെയ്തതെന്ന്. പുള്ളിയുടെ കരിയറിലെ അവസാനത്തെ മൂവിയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോയെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ കഥ തന്നെയാണ്. നിങ്ങൾ ഇനി ആ സിനിമ കാണാനൊന്നും പോണ്ട, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. പോലീസ് ആയിരുന്ന ഒരാൾ ഒരു മാസ് മർഡർ ചെയ്തിട്ട് കുറെ സിറ്റുവേഷൻസ് കാരണം ഒരു കൂട്ടം ആൾക്കാരെ കൊന്നിട്ട് ജയിലിൽ പോകും. ജയിലിൽ വെച്ചിട്ട് അയാളുടെ നല്ല ശീലങ്ങളൊക്കെ കണ്ടിട്ട് ജയിലിലെ സൂപ്രണ്ടിന് പുള്ളിക്കാരനോട് ഒരു ഇഷ്ടം തോന്നും. എന്നിട്ട് പുള്ളിക്കാരനെ കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ. എന്നിട്ട് സൂപ്രണ്ടിന്റെ മോളും ബാലയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഇവരുടെ കൂടെ തന്നെ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൂപ്രണ്ട് മരിച്ചു പോകും. പിന്നെ ആ കുട്ടിയെ കുറെ വർഷത്തേക്ക് ബാലയെ നോക്കും. ബാലയ്ക്ക് ആ കൊച്ചിനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു കുട്ടിയായിട്ട് വളരണം, നല്ലൊരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടായിട്ട് വളരണം എന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പക്ഷേ ആ ഒരു കുട്ടിക്ക് അങ്ങനെ വളരണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരുത്തിനൊക്കെ കല്യാണം കഴിച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റിൽ ആവണമെന്നാണ് പുള്ളിക്കാരത്തിൻ്റെ ആഗ്രഹം. പിന്നെ പഠിക്കാത്ത ഉഴപ്പിയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് കുട്ടിയുടേത്. ഇനി ക്ലൈമാക്സിൽ ശ്രീലീല ആ കുട്ടി ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിന് ജനനായകനെ എങ്ങനെ എടുത്തു നോക്കുന്നൊന്നും അറിഞ്ഞൂടാ. ഈ സിനിമയിൽ ബാലയ്യ കുറച്ച് കുട്ടികളോട് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സീനൊക്കെ വിജയ് ചെയ്യുന്നതായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കത്തിയിലെ കതിരേശനൊക്കെ വന്ന് മറ്റേ വെള്ളം പോകുന്ന പൈപ്പിൽ കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഡയലോഗൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു ഐറ്റം ഇതിനകത്തും കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് ഒരുപാട് റീമേക്കുകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി എത്രത്തോളം നന്നാക്കുമെന്ന് നമുക്കറിയാം. ഗില്ലിയൊക്കെ ഒരു റീമേക്ക് സിനിമ, എന്നിട്ട് ആ സിനിമയ്ക്ക് ഏത് ലെവലാണ് നമുക്ക് അറിഞ്ഞൂടെ. ആകെപ്പാടെ റീമേക്ക് ചെയ്തിട്ട് കൊള്ളാഞ്ഞത് കുരുവി മാത്രമേ ഉള്ളൂ. അത് വിട്, പോട്ടെ അത് എഴുതി തള്ളു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. ഇനി ഭഗവത് കേസരി ഫുള്ളായിട്ട് റീമേക്ക് ചെയ്തെന്ന് വെച്ചാലും സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിനിമ കയറി കൊടുത്തിരിക്കും ഉറപ്പായിട്ടും. ഭഗവത് കേസരിൽ ഒത്തിരി തള്ളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മാറ്റി എടുത്തുമായിരിക്കും തമിഴ് സിനിമ ആയതുകൊണ്ട്. ആ സിനിമ നമ്മുടെ മലയാളികൾ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആയാലും നമുക്ക് നല്ലൊരു ഭഗവത് കേസരി കിട്ടും ഉറപ്പായിട്ടും. കേസരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. ആ സിനിമ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ കിട്ടിലുമായിരിക്കും. നമുക്ക് തലപ്പത്തിൽ മാസ് എലമെന്റ്സ് ഇഷ്ടപ്പെടത്തില്ലേ, അത് മാത്രമുള്ള സിനിമയിൽ ഫാൻസിനായാലും അല്ലാത്തവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇഷ്ടം പോലും ഉണ്ട്. ആ തേർഡ് സിംഗിളിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ പോലും ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ കുട്ടിയായിരിക്കാം. കേസരിക്കകത്ത് കാജൽ ചെയ്തൊരു റോളുണ്ട്, അതായിരിക്കും പൂജ ഹെഡ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും അത് തന്നെ ആയിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ആ കുട്ടിയായിട്ട് ചെയ്ത ശ്രീലയിലേക്ക് വരും മമതാ ബൈജുവാണ്, അതും ആയിരിക്കാം. ഇനി ഞാൻ സ്പോയിലർ തരുന്നൊന്നും പറഞ്ഞ് എന്നെ മെക്കിട്ടേറാനൊന്നും വന്നേക്കല്ലേ. നിങ്ങൾ ഈ ഒരു സീനൊക്കെ നോക്കിക്കേ, ബാലയെ വരുന്നൊരു സ്റ്റൈലുണ്ടോ. ഇത് വിജയ് ചെയ്താൽ എന്തായിരിക്കും പൊളിക്കും. ചെറിയ സിനിമയിൽ വിജയ് ഇൻട്രൂട്ട് ഉണ്ടല്ലേ, പുള്ളിക്കാരി എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവന്മാരെയൊക്കെ സിമ്പിളായിട്ട് ഇടിച്ചാൽ ഞാനാണ് ഏറ്റവും വലുത് കാണിച്ചു തരികയാണ്. ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നുണ്ട്, ഒരു മാസം മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്ത്. പിന്നെ ഈ സിനിമയായിട്ട് കൊണ്ട് ക്ലാഷ് ഒക്കെ വെച്ചിട്ടുണ്ട്, അത് എന്തിനാണോ എന്തോ. ഇങ്ങനെ ഒരു ക്ലാഷ് എടുക്കുന്നുണ്ട്, ആര് ജയിക്കും ആര് വീഴും അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാഷ് വെച്ചതുകൊണ്ട് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ശിവകാർത്തികന്റെ പരസ്യത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ 14-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ 10-ാം തീയതിയിലേക്ക് പ്രീപോൺ ചെയ്തിരിക്കുകയാണ്. അത് അവർക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നത് വെച്ചാൽ തലപതി ഒരു ബ്രാൻഡാണ്, നമുക്കും അറിയാം അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനനായകൻ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വന്നാൽ അത് പരസ്യത്തിക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അതെങ്ങനെ ഗുണം ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ജനനായകൻ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഒട്ടുമിക്ക സ്ക്രീനും ജനനായകൻ തന്നെ ആയിരിക്കും. പിറ്റേന്നത്തെ ഫസ്റ്റ് ഷോയിൽ തന്നെ തമിഴ്നാട്ടിലെ ആകെ സ്ക്രീനുകളിൽ 800 പരാശക്തിക്കും 240 സ്ക്രീനുകൾ മാത്രം ജനനായകന് കൊടുക്കത്തുള്ളൂ. ജനനായകന് ഫസ്റ്റിലെ നെഗറ്റീവോ അല്ലെങ്കിൽ മിക്സ്ഡ് റിവ്യൂ വരുന്നെങ്കിൽ പിറ്റേന്ന് പരാശക്തിക്ക് പോസിറ്റീവായി കിട്ടുന്നെങ്കിൽ ആ 240 സ്ക്രീനിൽ നിന്ന് പിന്നെയും ജനനായകന് സ്ക്രീൻ കൊണ്ട് കുറഞ്ഞേ വരത്തുള്ളൂ. കുറയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുറയത്തൊന്നുമില്ല. പരാശക്തിക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതുകൊണ്ട് കുറച്ചുകൂടെ സ്ക്രീന് അങ്ങോട്ട് കൊടുക്കുമെന്ന് മാത്രം. ജനനായകന് നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നതാണ് പരാശക്തി കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ. ഇതിൽ രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ പരാശക്തിയുടെ ഡയറക്ടർ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യയുടെ സുര റിപ്പോർട്ടറൊക്കെ ഡയറക്ട് ചെയ്തില്ലേ സുധാ കൊങ്കാര, പുള്ളിക്കാരത്തി തന്നെ. പുള്ളിക്കാരത്തിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗ്യാരണ്ടി ഉള്ള സിനിമയാണ്. നമുക്ക് ലോകേഷ് കനകരാജിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. കൂലിയെ മാറ്റി നിർത്തിക്കോ അത് പോട്ടെ. പക്ഷേ പുള്ളിയുടെ അടുത്തൊരു സിനിമ വന്നാൽ നമ്മൾ പോയി കാണത്തില്ലേ, അതുപോലെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഡയറക്ടർ തന്നെയാണ് സുധാ കൊങ്കാര. ജനനായകൻ സ്ക്രീൻ കൗണ്ട് കുറയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം ആഡ് ചെയ്തേക്കാം. ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ജനനായകന്റെ ഭാഗത്തോട്ട് നോക്കാം. ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക, ജനനായകന് മിക്സ്ഡ് റിവ്യൂ വരുന്നതെങ്കിൽ വെച്ചോ, സിനിമയുടെ സ്റ്റോറിയും വലിയ ഡെപ്തല്ലെന്നൊക്കെ വെച്ചോ. പക്ഷേ ഇതൊരിക്കലും ഒരു വാരിസ് പോലത്തുള്ള സിനിമയല്ല. നല്ല രീതിക്ക് മാസ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതിന് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാൻസിന് അർമാദിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലുണ്ടായിരിക്കുന്നു. ഇപ്പൊ സിനിമയുടെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയ സെക്കൻഡ് സിംഗിൾ ഒരു പേരേ വരലായി, ആ പാട്ട് എന്നെ കിടലുമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഈ 1-2 കാര്യം തന്നെ സിനിമ കയറി കൊടുത്താനായിട്ട്. ഇങ്ങനത്തെ എലമെന്റ്സ് മാത്രം ഉള്ളെങ്കിലും സിനിമ 500 കോടി ഗ്യാരണ്ടി ആയിരിക്കും. കാരണം അത് വിജയ് എന്ന ബ്രാൻഡ് അതിനകത്തുള്ളതുകൊണ്ട്. ഇതിപ്പോൾ വിജയുടെ സെൻഡ് ഓഫ് ആയതുകൊണ്ട് 2-3 വട്ടം സിനിമ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അത് മാറി ചിലപ്പോൾ 5 വട്ടം വരെ ആവാൻ ചാൻസ് ഉണ്ട്. ആ സിനിമയുടെ കളക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പുള്ളി ഇനിമേൽ സ്ക്രീനിൽ കാണാൻ പറ്റില്ല, ആ ഒറ്റ കാരണം കൊണ്ട് കണ്ടേ പറ്റൂ. ഇപ്പം കിട്ടിയ ചാൻസ് പിന്നെ കിട്ടില്ല. മിക്സ്ഡ് റിവ്യൂ വന്നാലും നെഗറ്റീവ് റിവ്യൂ വന്നാലും 500 കോടി എന്നാലും കൺഫേം ആയിരിക്കും.
ആ വരുന്നത് പോസിറ്റീവ് റിപ്പോർട്ടോ ഇല്ലാതെങ്കിലോ? പരാശക്തിയുടെ കാര്യം ഗോവിന്ദ. ജനനായകനാണ് പോസിറ്റീവ് വന്ന പരാശക്തിക്ക് പോസിറ്റീവ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ 14 10 മാറ്റിയപ്പോൾ അത് കളക്ഷനെ നന്നായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ജനനായകന്റെ കളക്ഷന് നന്നായിട്ട് ബാധിക്കും. ഇനിയിപ്പോൾ പരാശക്തിയോട് ഏറ്റവും വേണ്ടി ജനനായകൻ ജയിച്ചെന്നങ്ങ് വിചാരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ വന്ന് സിനിമയുടെ കളക്ഷൻ നന്നായിട്ട് കുറഞ്ഞെന്നങ്ങ് വിചാരിക്കുക, സ്ക്രീൻ കൗണ്ട് കുറഞ്ഞു വരുന്നെന്നങ്ങ് വിചാരിക്കുക. 23-ാം തീയതി ജനനായകൻ അടുത്തൊരു വെല്ലുവിളി ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. ആ 23-ാം തീയതിയാണ് അജിത്തിന്റെ മങ്കാത്ത റിലീസ് ചെയ്യുന്നത്. ആ സിനിമ ഏത് റേഞ്ചാണെന്ന് നമുക്കറിയാം. അജിത്തിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് മങ്കാത്ത. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വിജയ്ക്ക് ഗില്ലി എങ്ങനെയാണോ അതുപോലെയാണ് അജിത്തിന് മങ്കാത്ത. ആ സിനിമയ്ക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അതും കൂടി വരുമ്പോൾ ജനനായകന്റെ കളക്ഷന് നന്നായിട്ട് ബാധിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് വിജയുടെ ലാസ്റ്റ് മൂവി എന്നാണ് പറയുന്നത്. അതായത് വിജയ് ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റിയ ലാസ്റ്റ് ടൈം. അഥവാ ഇനി എന്തെങ്കിലും വരണമെങ്കിൽ റിലീസ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ 2025 ഒരു വിജയ് സിനിമ ഇല്ലാത്തതിന് ക്ഷീണം പിള്ളേർ ഫസ്റ്റ് തന്നെ തീർത്തിരിക്കും. ജനനായകൻ 1000 കോടി അടുപ്പിച്ചിട്ട് പിള്ളേർ പോകത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ ഒരു കാര്യം പറയാം, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ ഇങ്ങനത്തെ ഇതുകൊണ്ടൊക്കെയാണ് കൊണ്ട് ക്ലാഷ് വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരാടോ ഞങ്ങളുടെ എൻ്റെ രോമത്തിൽ പോലും നിർത്തില്ല. കാരണം ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന മിക്ക സിനിമയും മിക്സ്ഡ് റിവ്യൂ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലിയോയും ഉണ്ട്. ലിയോയ്ക്ക് പിന്നെ ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു കുഴപ്പം, ആ ഒരു കുഴപ്പം കൊണ്ട് മിക്സ്ഡ് റിവ്യൂ വന്നേ. പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോട്ട് പോലും മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 450 കോടിയാണ് നേടിയിരിക്കുന്നത്. അതിന് മുമ്പ് വന്ന ലിയോയ്ക്ക് മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 600 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. പുള്ളിയുടെ നെഗറ്റീവായിട്ടുള്ള സിനിമകൾ നോക്കിയാൽ ബീസ്റ്റ് 300 കോടി നേടിയിരിക്കുന്നത്. വാരിസ് നോക്കിയാലോ, വാരിസൊക്കെ ആണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്, പക്ഷെ അതുപോലും 300 കോടി നേടിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, പുള്ളിയുടെ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂ വരുന്നെങ്കിൽ പോലും അതിന് പോലും 300 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. മിക്സ്ഡ് റിവ്യൂസ് കിട്ടുന്ന മൂവിക്കോ 500-600 കോടിക്കും മേളി. അഥവാ ജനനായകന് നെഗറ്റീവ് റിപ്പോർട്ടാണ് വരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ 300 കോടി കൺഫേം ആയിരിക്കും. അഥവാ അത് മിക്സ്ഡ് റിവ്യൂ ആയിട്ടാണ് വരുന്നെങ്കിലോ 600 അല്ലെങ്കിൽ അതിലും മേളിൽ കൺഫേം ആയിരിക്കും. എന്താ ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. അഥവാ ജനനായകന് പോസിറ്റീവ് റിവ്യൂ എല്ലാം വരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഇതിൽ ഞാൻ പറയുന്നെങ്കിൽ 1000 കോടി കൺഫേം ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരിക്കും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തമിഴ് സിനിമാസ് അധികം നോർത്തിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇന്ത്യയിൽ 1000 കോടി അല്ലെങ്കിൽ 2000 കോടി നേടിയ സിനിമകളുടെ ഭൂരിഭാഗം കളക്ഷൻ കിട്ടിയത് നോർത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ പുഷ്പ 2 വെക്കുന്നിടത്ത് നോക്കി, അത് നമുക്ക് മിക്കവർക്കും അത് പിടിച്ചിട്ടില്ല ആ സിനിമ. എന്നിട്ട് അതെങ്ങനെ 2000 കോടി നേടിയേ? ഇങ്ങനെയൊക്കെ തന്നെ അവരൊക്കെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് പ്രൊമോഷൻ കൊടുക്കും. തമിഴ് ഇൻഡസ്ട്രി പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്യാത്തതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം. അവർ പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്തെങ്കിൽ തമിഴ്നാട്ടിൽ 1000 കോടി കളക്ഷൻ നേടിയൊരു സിനിമ ഉണ്ടായേനെ. ജനനായകൻ റിലീസിനോട് എടുക്കുമ്പോൾ നല്ലൊരു പ്രൊമോഷൻ നടത്തിയ സിനിമ എന്തായാലും 1000 കോടി നേടും. പോസിറ്റീവ് വന്നാൽ 1000 കോടി നേടിയിരിക്കും. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രൊമോഷൻ കൊടുത്തിരിക്കണം. ഇനി ശിവകാർത്തികേയൻ കരിയർ ബെസ്റ്റ് സിനിമ നോക്കിയാൽ പുള്ളിക്ക് ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് അമരനാണ്. അത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അധികം നെഗറ്റീവ് ഒന്നും ഒരിടത്തൊന്നും കേട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ശിവകാർത്തികേയനും എനിക്കിഷ്ടമാണ്. പക്ഷേ തളപതി കഴിഞ്ഞ് മാത്രം. ഈ അമരന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 300 കോടിയാണ്. എന്ന് വെച്ചാൽ വിജയുടെ നെഗറ്റീവ് സിനിമ കിട്ടുന്ന അതേ കളക്ഷൻ കണ്ടോ? അവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ പോസിറ്റീവ് സിനിമ അമരൻ, അതിന് കിട്ടിയത് 300 കോടി. എന്നിട്ട് എവിടെ കൊണ്ട് ക്ലാഷ് വെക്കുന്നത്? എടാ ഇവന്മാർക്ക് എന്ത് ബോധമൊന്നുമില്ലേ? ഇനി സിനിമയ്ക്ക് കിട്ടിയ റേറ്റിംഗുകൾ നോക്കാം. ശിവകാർത്തികേയന്റെ റേറ്റിംഗ് നോക്കാം. പുള്ളിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അമരന് പോലും കിട്ടിയത് 8.1. ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, 8.1. ഇതേസമയം വിജയുടെ ഗോട്ടിന്റെ എടുത്ത് നോക്കിയാലോ 5.7. ഈ 5.7 റേറ്റിംഗ് വെച്ച സിനിമ 450 കോടി രൂപ ബോക്സ് ഓഫീസിൽ നേടിയത്. എന്താല്ലേ? ഈ 8.1 ഒക്കെ അണ്ണന്റെ സിനിമയ്ക്ക് കിട്ടിയെങ്കിൽ എന്നെ 1000 കോടി അടിച്ചേനെ. ശരിയാണ്, ശിവകാർത്തികേയൻ നല്ലൊരു നടനാണ്. എന്ന് വെച്ച് ഇങ്ങനെ ക്ലാഷ് ഒക്കെ വെക്കണോ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ആളെ വിജയ്. എന്നിട്ട് എന്തിനാടാവേ? നീ എന്ന് ഇതൊന്നും അറിയുന്നില്ലേ? ചിലപ്പോൾ അടുത്ത തലപതി ശിവകാർത്തികേയനായിരിക്കാം. അതിപ്പോഴല്ല, പിന്നെ അണ്ണ സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട്. തലപതി ഇനി സിനിമയെ തുടരോ ഇല്ലയോ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ മേളിൽ ഐബണ്ണി കൊടുത്തേക്കാം. ഇനി പരാക്ഷൻ്റെ തമിഴ്നാട്ടിൽ എത്തിച്ച് റിലീസ് ചെയ്യുന്ന ആരാ നോക്കിയാൽ റെഡ് ജെയിൻസ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. പ്രൊഡക്ഷൻ കമ്പനി അറിയാൻ നോക്കിയാൽ നമ്മുടെ തലപതിയുടെ TVKയുടെ എതിർ പാർട്ടിയായ DMKയുടെ മെയിനാണ് ഉദയനിധി സ്റ്റാലിൻ തന്നെ. അപ്പോൾ ഇലക്ഷൻ മുമ്പായിട്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ്. തമിഴ്നാട്ടിൽ പുള്ളി സിനിമ എത്തിക്കുന്നുണ്ട് 66% പരാശക്തിക്ക് സ്ക്രീൻ കൗണ്ട് പോകും. ബാക്കിയുള്ള 34% മാത്രമേ ജനനായകന് കിട്ടുള്ളൂ 14-ാം തീയതി തൊട്ട്. ഇതൊക്കെ കൊണ്ട് എൻ്റെ അണ്ണനെ വെല്ലുവിളിക്കുകയാണ്. കൊറോണ ടൈമിൽ തിയേറ്ററിൽ ആളില്ലാതെ ഇരുന്നപ്പോൾ മാസ്റ്റർ വെച്ച് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഞങ്ങളുണ്ട്. ആ മാസം ഒന്നും ഒരുത്തനും കാണിച്ചിട്ടില്ലല്ലോ, ഇനി കാണിക്കാനും പോകുന്നില്ല. പിന്നെ പരാശക്തി ടീമിനോട് ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും അണ്ണനെ പേടിപ്പിക്കാൻ നോക്കില്ല മക്കളെ, പേടിക്കില്ല. ഈ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയാം. അഥവാ പോസിറ്റീവ് അങ്ങനെ ജനനായകന് കിട്ടിയ 1000 കോടി കൺഫേം. പിന്നെ തലപതി പൂർണ്ണമായിട്ട് സിനിമ നിർത്തുന്നോ ഇല്ലെന്നുള്ള വീഡിയോ കാണാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് കമൻറ്റ്. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ഇട്ടെത്താം. അതുവരെയും